സൂര്യാകുമാരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് മാർ ബസേലിയസ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. കോതമംഗലത്ത് തന്നെയാണ്. മനോഹരമായ ഒരു ക്യാമ്പസാണ്. അതിലേറെ മനോഹരമായ കുട്ടികളാണ്. അവർ റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമുക്ക് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. കമാണ്. യെസ്, ചന്ദ്രലേഖ. പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത ലാലേട്ടനും ശ്രീനിവാസനുമായിട്ടൊക്കെ മനോഹരമായി കോംബോ ചെയ്തൊരു സിനിമയാണ് ചന്ദ്രലേഖ. സൂപ്പർ ഹിറ്റാണ്. ഇന്നും ആ സിനിമ കണ്ടാൽ നമ്മൾ അറിയാതെ കണ്ടുകൊണ്ടിരുന്നു പോകും. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ സീനുകളാണ്. അപ്പോൾ അതിൽ ലാലേട്ടൻ ശ്രീനിവാസനോട് വന്ന് ദയനീയമായി കുറച്ച് ഡയലോഗുകൾ പറയുന്നുണ്ട്. അതാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവർ ദയനീയമായി പറയാൻ ശ്രമിക്കും. നമുക്ക് നോക്കാം എങ്ങനെ ദയനീയമാകുന്നതെന്ന്. യെസ്, മാർ ബസേലിയസ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. ഞാൻ ആദ്യം തന്നെ ഒരാളെ വിളിക്കുകയാണ്. ആരാണ് ആദ്യം വരുന്നത്? വരും. അല്ല, അതാണ് അതിൻ്റെ ഒരു മിടുക്കെന്ന് പറയുന്നത്. ആദ്യം ഒരു വേദിയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ. എവിടെ അങ്ങനെ ആയിരിക്കണം. എന്താ മോളുടെ പേര്? ഐശ്വര്യ. ഐശ്വര്യ. എവിടെ നാട്? പാലക്കാട്. പാലക്കാട്. ഏതിനാ പഠിക്കുന്നത് ഇവിടെ? ഞാനിപ്പോൾ തേർഡ് ഇയർ നഴ്സിംഗ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ലാസ്റ്റ് നൈറ്റ് എവിടെ ആയിരുന്നു? ഹോസ്റ്റലിൽ. അയ്യോ, എന്റെ കർത്താവേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റടാ. സ്ക്രിപ്റ്റാണ്. ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? ഇന്നലെ രാത്രി പാതി ചത്ത ശവത്തിനെ കൊണ്ട് നാട്ടുകാരെല്ലാരും പിടിച്ച് എന്റെ മടിയിലോട്ട് ചെന്നു. എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. അതിനെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. എന്നിട്ട് അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് കുറെ ചവർ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു. ആ പേപ്പറിലൊക്കെ ഒപ്പിട്ടപ്പോ ഞാനവിടെ നായരുമായി. കുട്ടിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റാ, തട്ടിക്കോ. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിൽ വെച്ച് തന്നു. ഈ പെട്ടി എടുത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് വിളിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമൻ ഒളക്കട് മൂടുമായി കുറെ പോലീസുമായിട്ട് വന്നു. എന്നിട്ട് ഈ പെട്ടി എടുത്തിട്ട് എന്നിട്ട് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിനകത്ത് ഞാൻ അവിടെ കുറെ നേരം നിന്നു. നേരെ വിളിച്ചപ്പോ നിന്റെ മുടിഞ്ഞ അച്ഛനും തന്തയും നിന്റെ തന്തയും കുറെ നാട്ടുകാരും ചേർന്ന് അവളെ തേടി വന്നു. എന്നെ കണ്ടതോ അലറി വിളിച്ചോണ്ട് കാലിലോട്ട് വീണു. എന്നിട്ട് തലയും കുട്ടി താഴോട്ടും വീണു. എന്നിട്ട് ഒരു സൈഡിൽ നോക്കുമ്പോ വയ്യാതെ കിടക്കുന്ന പെണ്ണും, ഒരു സൈഡിൽ നോക്കുമ്പോ ബാധി ജീവൻ വലിച്ചോണ്ടിരിക്കുന്ന തന്തയും. അവളേതാണ്ട് കോടീശ്വരന്റെ മകളാണെന്നാ കേട്ടത്. ആ സമയം കൊണ്ട് ഇങ്ങ് വന്നില്ലേ പെട്ടി എടുത്തോണ്ട്? ആ സമയം കൊണ്ട് ഞാൻ പെട്ടി എടുത്തും വന്നു. എങ്ങനെയുണ്ട്? ഉഗ്രനായിട്ടുണ്ട്. എന്താണ് പേര്? അയന. അയന. എവിടെയാണ് അത്? തൃശ്ശൂര്. ഇവിടെ എല്ലാരും ഒരേ സെം തന്നെയാണോ? ഇല്ല, ഞാൻ 6th sem 3rd year. തേർഡ് ഇയർ. ഓക്കെ. ഒരു കാര്യം ചെയ്യും. ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? ഇന്നലെ രാത്രി പാതി അത്തൊരു ശവത്തിന്റെ നാട്ടുകാരെല്ലാരും കൂടെ എന്റെ മടിയിൽ വെച്ച് തന്നില്ലേ? അതിനെ എടുത്തോണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന്. അവിടെ ചെന്നപ്പോ അവരെല്ലാരും കൂടെ എന്നെ ആശുപത്രിയിലോട്ട് കയറ്റി. അവര് ഏതാണ്ട് ചവർ പോലെ കുറെ പേപ്പറിൽ എന്നോട് ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ അവരെ പറഞ്ഞോടത്തൊക്കെ ഒപ്പിട്ടു. അതോടുകൂടി ഞാൻ അവളുടെ നായരായി. ഇതൊരു നിസ്സാര പ്രശ്നല്ലേ. അങ്ങനെ ഇന്നപ്പോ അവരെല്ലാരും കൂടെ എന്നെ തലയിലോട്ട് ഒരു പെട്ടി എടുത്ത് വെച്ച് തന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. രക്ഷപ്പെടണ്ടായിരുന്നോ? അതും കൊണ്ട് രക്ഷപ്പെടാന്ന് പറഞ്ഞപ്പോഴാണ് നിന്റെ മുടിഞ്ഞ മാമ ഒലക്കട മൂട് അന്വേഷിച്ചോണ്ട് കുറെ പോലീസുകാരുമായിട്ടാണ് കറങ്ങി നടക്കുന്നത്. ജോലി സ്ഥിരം അങ്ങനെയാണെന്ന്. അങ്ങനെ ഞാനൊരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ആ പെട്ടിയും കെട്ടി പിടിച്ചോണ്ട് അവിടെ ഇരുന്ന്. നേരം വെളുത്തപ്പോ അവളുടെ തന്തയും വേറെ കുറെ ആൾക്കാരും ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു. അച്ഛൻ വന്നോ? അയാൾ എന്നെ കണ്ടത് കാലിലോട്ടും പിന്നെ നേരെ താഴ്ത്തോട്ടും. ഒരു സൈഡില് ബോധമില്ലാണ്ട് മോള്, മറ്റേ സൈഡിൽ അവസാന വലി വിളിച്ചോണ്ട് തന്തയും. സമയം കൊണ്ട് എന്താ? ഞാൻ ആ സമയം കൊണ്ട് ഈ പെട്ടി എടുത്തു പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നു.
എന്നിട്ട് അവരെങ്ങനുണ്ട്, ആൾക്കാരെങ്ങനുണ്ട്? അവര് നല്ല കോടീശ്വരന്മാരാന്നാ കേട്ടെ. ആണോ? അപ്പൊ പെട്ടിയിൽ എന്താ നോക്കണ്ടേ? തുറന്നു നോക്കണം. ഇതാ, ഓക്കെ. ഈശ്വര ഇതെങ്ങനെ സംഭവിച്ചു? എന്താണ് പേര്? എൻ്റെ പേര് അലൻ. അലൻ. അലൻ എവിടെയാ? നാട് എവിടെയാണ്? തൃശ്ശൂർ. ഏതിലാ പഠിക്കുന്ന ഇവിടെ? ഞാൻ ഇപ്പോൾ ബി.എസ്.സി നഴ്സിംഗിന് സെക്കൻഡ് ഇയർ പഠിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ അഭിനയിക്കാം അല്ലേ? റെഡി, ആക്ഷൻ. ഇന്നലെ രാത്രി പാതി ചത്തുരശാവത്തിന് എന്നെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ, അവളെ ഏറ്റി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നു. അല്ലേ? കേട്ടില്ല. അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നു. ഞാനൊരു കാര്യം ചോദിച്ചു, ഇന്നലെ രാത്രി നീ എവിടെ? സത്യം പറ. ഇങ്ങനെ ഒരു ജന്മം. ഇന്നലെ രാത്രി ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലില്? ഇന്നലെ രാത്രി പാതി മൈക്ക് കൈ വേണോ? ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിന് നാട്ടുകാരെല്ലാം കൂടെ എന്നെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ, അവളെയും എടുത്തോണ്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നു. അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ എന്നെ ആശുപത്രി തള്ളി കയറ്റി. പേപ്പറിലെല്ലാം ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ആ പ്രായത്തിൽ ഞാൻ പേപ്പറിലെല്ലാം ഒപ്പിട്ട് കൊടുത്തു. അതോടെ ഞാൻ അവളെ നേരെ അവിടെ ഇരുന്ന പെട്ടി ഞാൻ അവിടെ പെട്ടിയെടുത്ത് തല വെച്ചെന്നോ? ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. എന്നിട്ട് ഈ പെട്ടിന്റെ തലയായിട്ട് വെച്ചെന്ന് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. അറിയിപ്പോയില്ല. എന്റെ രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒളിക്കയുടെ മുടും താങ്ങിച്ചുകൊണ്ട് അവിടെ പോലീസുമായി ചുറ്റി ഇറങ്ങി നടക്കുമായിരുന്നു. അവരുടെ കണ്ണിപ്പെടണമെന്ന് വിചാരിച്ചിട്ട് നിധിയാതെ പോകത്തെ പോലെ ഞാൻ അവിടെ കുത്തിയിരുന്നു. പിന്നെ നേരം വിളിച്ചപ്പോ അവളുടെ തന്ത കുറെ ആൾക്കാർ പടയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. എന്നിട്ട് നേരെ എന്റെ കാലിലോട്ടും അത് കഴിഞ്ഞ് തലയും കുത്തി തഴോട്ടും വീണു. പിന്നെ വിഷയമാണ്. പിന്നെ അവിടെ മോള് വെട്ടിയിട്ട് വെട്ടിയിട്ട് അപ്പുറത്ത് എടുക്കായിരുന്നു. വെട്ടിയിട്ട് പോലെ മോളും പിന്നെ അവസാനം വെല്ലുവിളിച്ചുകൊണ്ട് തന്തി അപ്പുറത്ത് എടുക്കായിരുന്നു. അതൊക്കെ ഞാൻ പെട്ടിയിട്ട് രക്ഷപ്പെട്ടു. അവളേതോ കോട്ടീശ്വരന്റെ മോളാണെന്ന് നമുക്ക് പോവാം. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കാം. എന്താ പേര്? ഗൗരി. ഗൗരി. എവിടെ നാട്? തൃശ്ശൂര്. ഇവിടെ ഏതിനാണ്? ഇവിടെ സെക്കൻഡ് ഇയർ. എങ്ങനെയുണ്ട് കോളേജിനെ കുറിച്ച്? 2 വാക്ക് പറയൂ. കോളേജ് അടിപൊളി കോളേജാ, നല്ല കോളേജാ. അപ്പൊ ആ നല്ല കോളേജിന് വേണ്ടിയിട്ട് ഒരു മനോഹരമായ പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിന്റെ തിരുനടയിൽ നറുനീത്തിരിക്കതിരായി ആരുമറിയാതെ എന്നും വീണലിഞ്ഞിടാം. സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ, സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ മോക്ഷവും മുക്തിയും കൈവെടിഞ്ഞുള്ളൂ. രാഗതമ്പുരുവിൽ നീ ജ്ഞാനതന്നറിയായി താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. എനിക്കൊരു ഡൗട്ട്, ആ രാജതമ്പുരുവിൽ നീ അവിടെ എന്തോ ഒരു ഉഴപ്പിയൊക്കെ വിട്ടാണ്. അതിനെന്തുമായിരുന്നു പാടി നോക്കട്ടെ. അന്ന് കൂടെ പാടാ ഒരു വരി. രാജതമ്പുരുവിൽ നീ ആണോ? അടിപൊളി, പക്ഷെ സൂപ്പർ ആയിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇന്നലെ നൈറ്റ് എവിടെ ആയിരുന്നു? ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിന് എല്ലാരും കൂടെ തലയിലോട്ട് വെച്ച് തന്നില്ലേ, എന്നിട്ട് അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് വന്നു. എന്നിട്ട് കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് അങ്ങി ആശുപത്രിയിലേക്ക് എത്തി. എന്നിട്ട് കുറെ ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ആ വെപ്രാളത്തിൽ ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ 1000 ആയി. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് തന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. എങ്ങനെങ്കിലും ഈ പെട്ടിയായിട്ട് രക്ഷപ്പെടാൻ നോക്കിയപ്പോ നിന്റെ മാമിയും മോലക്കാട് മൂന്ന് കുറെ പോലീസുകാരും കൂടെ അവിടെ കറങ്ങി നടക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി. ഒരു ജോലിയില്ല. എന്നിട്ട് നിധി ആക്കുന്ന ഭൂതത്തെ പോലെ ഞാൻ
പെറ്റിയായിട്ട് അവിടെ കുത്തിയിരിക്കാം. നേരെ വെളുത്തപ്പോ ആ പെണ്ണിന്റെ തന്തയും കുറെ വീട്ടുകാരും കൂടെ നേരെ ആശുപത്രിയിലേക്ക്. എന്നിട്ട് അവളുടെ തന്ത അവളുടെ തന്ത നേരെ എന്റെ കാലിലോട്ടും അവിടെ നിന്ന് പറഞ്ഞ് താഴോട്ടും തള്ളിയിട്ടില്ലേ? അവിടെ തല്ലിട്ട് താഴോട്ടും വെട്ടിയിട്ട പോലെ ഒരു സൈഡില് പെണ്ണും അപ്പുറത്തെ സൈഡില് അവസാനത്തെ വലിയ വലിച്ച് തന്തയും. ആ വെപ്രാളത്തിൽ ആ പെട്ടിയായിട്ട് രക്ഷപ്പെട്ട് ഞാൻ പോന്നു. അവളേതോ കോടീശ്വരന്റെ മകളാണെന്ന് തോന്നുന്നത്. എന്താ മോളുടെ പേര്? എവിടെയാ? വാഴക്കുളം. ഇവിടെ ഏത് സമയം? സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുന്നു. അപ്പം ശരി, അപ്പൊ ഇന്നലെ രാത്രി എവിടെ പോയിരുന്നു? ഇന്നലെ രാത്രി പാതി ചത്ത ഒരു ശവത്തിനെ പറ്റി ഒരു പെണ്ണിനെ എല്ലാരും കൂടെ മനസ്സിലായില്ല. ഇന്നലെ രാത്രി പാതി ചത്ത ശവത്തിനെ പറ്റി ഒരു പെണ്ണിനെ എല്ലാരും കൂടെ എന്റെ മടിയിലേക്ക് വെച്ചു വന്നു. അവളെ തങ്ങി പിടിച്ച് ഞാൻ ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ കുറെ പണ്ടാരങ്ങൾ എന്നെ തള്ളി ആശുപത്രിയിലേക്ക് കയറ്റി. അവിടെ ചെന്നപ്പോ കുറെ പേപ്പറിൽ കണ്ട ചവറ് പേപ്പറിലൊക്കെ ഉപ്പിടാൻ പറഞ്ഞു. ഉപ്പിടാൻ പറഞ്ഞപ്പോ ആ വെപ്രാളത്തിന് കണ്ടിടത്തൊക്കെ ഞാൻ ഉപ്പിട്ടു. അങ്ങനെ ഞാൻ അവളുടെ നായരുമായി. എല്ലാരും കൂടെ ഈ പെട്ടി എന്റെ തലയിലേക്ക് വെച്ച് തന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ആ പെട്ടിയായിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോണ്ട് കുറെ പോലീസുകാരായിട്ട് ഇതിലെ കറങ്ങി നടക്കുക. അയാളുടെ കണ്ണിൽ പെട്ട് പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ നിധി കാക്കുന്ന ഭൂത്തെ പോലെ ആ പെട്ടിയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു. നേരം വെളുത്തപ്പോ അവൾ തന്തയും കുറെ ആൾക്കാരുമായിട്ട് പട പോലെ ആശുപത്രിയിലേക്ക് അലറി പിടിച്ചോണ്ട് വന്നു. ആ തന്ത എന്നെ കണ്ട വഴിക്ക് എന്റെ കാലിലേക്ക് വീണു. അവിടെ നേരെ തലയും കുത്തി താഴത്തേക്ക് വെട്ടിയിട്ട പോലെ പെണ്ണൊരു സൈഡിലും അവസാനത്തെ വരെ വെച്ച് തന്ത അപ്പുറത്തും. അപ്പൊ നീ എന്ത് ചെയ്ത സമയത്ത്? അത് കണ്ടപ്പോ ഞാൻ ആ ഗ്യാപ്പിൽ പെട്ടിയെടുത്ത് രക്ഷപ്പെട്ടു. ആ പെണ്ണേത കാഴ്ചക്കാരന്റെ വീട്ടിലാന്ന് തോന്നുന്നേ. അടിപൊളി. പേരെന്താ മോളുടെ? ജോസ്ന. എവിടെ നാട്? കോഴിക്കോട്. അപ്പൊ നമ്മൾ ഈ ഒരു വടി അവിടെ വെച്ചിട്ടുണ്ട്. ഈ വടിയിൽ ഒരു പുലി വന്ന് കയറും. വടി പുലി കയറി വടി പുലി കയറി പുലി വടി കയറി പുലി വടി കയറി പെട്ടെന്ന് പറയുമ്പോൾ വടി പുലി കയറി പുലി വടി കയറി വടി പുലി കയറി പുലി പുലി വടി അറിയില്ല, നാക്ക് മടിക്കില്ല, അങ്ങോട്ട് മാറിയുന്നേ. വടി പുലി കയറി പുലി വടി കയറി വടി പുലി കയറി പുലി വടി കയറി വടി പുലി കയറി പുലി വടി കയറി. വെരി ഗുഡ്. ചക്ക വീണു മൊയലി എത്തു. അപ്പൊ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? ഇന്നലെ രാത്രി പാതി എതിർ ശവത്തിനെയും കൊണ്ട് നാട്ടുകാരെല്ലാരും കൂടെ എന്റെ തലയ്ക്ക് വെച്ചാണ്. ഞാൻ ഏതാണ്ടൊക്കെയോ അതിനെയും താങ്ങി പിടിച്ചോണ്ട് ആശുപത്രിയിലേക്ക് വന്നു. അപ്പൊ കൊറേ ആൾക്കാരെല്ലാരും കൂടെ ആ വെപ്രാളത്തിൽ അതെല്ലാം കൂടെ എന്റെ തലയിലേക്ക് വെച്ചെന്ന് വെട്ടി. ഇതിനിടയ്ക്ക് എവിടെ ഒരു തെറ്റ് പറ്റില്ലേ? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇന്നലെ രാത്രി പാതി എതിർ ശവത്തിനെയും കൊണ്ട് നാട്ടുകാരെല്ലാരും കൂടെ എന്റെ മടിയിലേക്ക് വെച്ചെന്ന്. ഞാൻ അതിനെ താങ്ങി പിടിച്ചോണ്ട് അവളെയും താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയി. അപ്പൊ അവിടെ കൊറേ പണ്ടാരങ്ങൾ പിന്നെ പിടിച്ച് കേട്ടില്ല എല്ലാരും കൂടെ. അവിടെ കൊറേ പണ്ടാരങ്ങൾ അതും എന്റെ തലയിൽ പിടിച്ച് അവരുടെ കൊറേ പണ്ടാരങ്ങൾ പേപ്പർ ഒന്നും തന്നില്ല ആരെന്നോ എല്ലാം മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ UPP മേനോ അതല്ല. കൊറേ പണ്ടാരങ്ങൾ എന്റെ തലയിലേക്ക് വെച്ചെന്ന്. അപ്പൊ ഏതാണ്ടൊക്കെ പേപ്പറിൽ ചവറ് പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പ്രാളത്തിൽ ഏതാണ്ടൊക്കെ പേപ്പറിൽ ഒപ്പിട്ട് അപ്പത്തേക്കും അവരെന്നെ പിടിച്ച് അവരുടെ നായരാക്കി. അതൊക്കെ നീ മനസ്സിൽ ചെയ്താൽ മതി, ഒക്കെ ശരിയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ ഏതാണ്ട് ഒരു വെട്ടി എന്റെ തലയിൽ വെച്ചെന്ന് ഞാൻ അവിടെ കുത്തിയിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് അവിടുന്ന് രക്ഷപ്പെടാന്ന് നോക്കിയപ്പോഴാണ് അവിടുന്ന് രക്ഷപ്പെടാന്ന് നോക്കി. അവിടുന്ന് നോക്കാൻ നേരത്ത് ഒലക്കയുടെ ഏതാ ഒലക്കയുടെ മാമ ഒലക്കൊക്കെ മാമ ഉണ്ടോ? അല്ല, പണ്ടാര മാമ ഏതാണ്ട് ഒലക്കയുടെ മൂടിയിട്ട് അയ്യോ ഏതാണ്ട് ഒലക്കയുടെ മൂടായിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എവിടൊക്കെ എന്തൊക്കെ ഒരു തകരാറല്ലേ? തലയെ വെച്ച് എന്ത് ഒലക്കെ വെട്ടി വെട്ടി വെട്ടി
അപ്പൊ അവിടെ കുറെ പോലീസുകാരായിട്ട് പെട്ടി വെച്ചതിന് ശേഷം മിക്കവാറും എന്നെ ഇവിടെ നിന്നെ ചവിട്ടി പുറത്താക്കി കേട്ടോ. എന്താണ് ഭണ്ഡാരം മാമ ഒലക്കയുടെ മൂടായിട്ട് കുറെ പോലീസുകാരെ കൊണ്ട് വന്നു. അങ്ങനെ പറയാം, ഇതിപ്പോ കറക്റ്റായി. അപ്പം എന്തായിരുന്നു പറ. പൊളിച്ച് നിൽക്കാണ്ട് പറഞ്ഞു കൊടുക്കണം ജിമ്മിയുടെ മോന്. അറിവിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. അത് മാറും, അത് ആലോചിച്ച് നോക്കുക ആ കോണ്ടന്റ് എന്താന്ന്. കൊറേ അവിടെ എന്താണ് പോലീസുകാരായിട്ട് വന്നു. അപ്പൊ 3 പ്രാവശ്യമായി ഇപ്പൊ പോലീസുകാരായിട്ട് ആലോചിക്കട്ടെ. അവിടുന്ന് എന്താ പോലീസ്, അപ്പൊ ഞാൻ അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് വിചാരിച്ചു. പക്ഷേ അന്നേരം എല്ലാരും പെട്ടിയായിട്ട് എന്ത് പറ്റി? അവിടെ ഉറങ്ങിപ്പോയോ? അപ്പൊ ആ പെട്ടിയായിട്ട് ഞാൻ വെപ്രാളത്തിൽ നിന്നപ്പം പിറ്റേന്ന് രാവിലെ ആ ഒച്ചപ്പാടില് തന്തേന്റെ കുറെ ആൾക്കാരുമായിട്ട് വന്നു. ഏത് ഒച്ചപ്പാടില്? എല്ലാം കയ്യിൽ നിന്ന് പോയി. അവിടെ നിശബ്ദമാണ്. അവിടെ ഹോസ്പിറ്റലിൽ കഥ നടക്കുന്നത്. അതെ, തന്തയുടെ ആൾക്കാരുമായിട്ട് കുറെ ആൾക്കാരായിട്ട് വന്നു. ആൾക്കാരായിട്ട് വന്ന്. അപ്പൊ ഞാൻ ആ ഗ്യാപ്പില് എങ്ങനെയാലും രക്ഷപ്പെടാൻ വേണ്ടിട്ട് നോക്കി. അല്ല, അവിടെ വേറെന്തോ ഒരു കഥ ഉണ്ടായിരുന്നല്ലോ. ശരി, വീടാൻ പോയി. ആര്? തന്തേന്റെ കുറെ ആൾക്കാരുമായിട്ട് വന്ന്. അന്നേരം തന്ത എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കണ്ടോണ്ട് ഇതെല്ലാം ആ തന്ത അത് കണ്ടപ്പോഴത്തേക്ക് അലച്ചു തല്ലി താഴത്തോട്ടും എന്ത് ചെയ്ത് കാലിലോട്ട് വീണ്. അച്ഛല് കാലിലോട്ട്, അപ്പത്തേക്ക് തലയും കുത്തി താഴത്തോട്ടും. എന്ത്? മാപ്പ് തരണം സ്വാമി, അവിടുന്ന് വലിയവനാണ്, മഹാജ്ഞാനിയാണ്, എനിക്കിപ്പോ ബോധ്യായി. അലച്ചു തല്ലി കാലിലോട്ടും അപ്പുറത്ത് തലയും കുത്തി താഴത്തോട്ട് വീണ്. അത് വെട്ടി. ഏത് വെട്ടി? എന്താണ് വെട്ടിയത്? വാഴയല്ല, പിന്നെ അതുണ്ട് അപ്പുറത്തെ സൈഡിലേക്കും വീണ്. 3 പ്രാവശ്യം വീണ് കേട്ടോ. പക്ഷേ നീ നന്നായിട്ട് ചമ്മി നിക്കാന്ന് എനിക്കറിയാം. അതെ അതെ. അപ്പൊ ഈ വീണ വ്യക്തികൾ എവിടെ? അത് അപ്പുറത്തെ സൈഡില്. ഇപ്പുറത്തെ സൈഡിൽ ആരും കിടക്കുന്നത്? ഇപ്പുറത്തെ സൈഡില് മോളും. എങ്ങനെ? പെണ്ണും അലിച്ച് എന്താണ് വെട്ടിയിട്ട പോലെ മോളും കിടക്കണേ. അച്ഛനാണെങ്കിൽ? അച്ഛനും അപ്പുറത്തെ സൈഡില് എങ്ങനെ നടക്കുന്നത്? അവസാന വലിയില് അച്ഛനും കിടക്കണേ. ഈ സമയം കൊണ്ട് എന്ത് ചെയ്ത്? ഗ്യാപ്പില് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ആശുപത്രിയിൽ ചാടാൻ നോക്കി. അവിടെ ഏതാണ്ട് കാശാരിന്റെ മോളാന്നാ പറഞ്ഞത്. എന്റെ പൊന്നു, ഈ പെട്ടി എന്താ ഇത്? പെട്ടിയിട്ട് പോയി. ആര് പോയി? അങ്ങനെയൊന്നും ചോദിക്കില്ല. ആ പെട്ടി എന്ത് ചെയ്ത് ലാസ്റ്റ്? ആ പെട്ടി ഞാൻ കൊണ്ടുപോയി. ആ പെട്ടിയാട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? ഇതിന്റെ പകുതി പ്രൈസ് എനിക്കുള്ളതാ കേട്ടോ. ശരി, പൊക്കോളൂ. ചുറ്റിക്കറങ്ങിട്ട് സമയമുണ്ടേ ക്ലാസ്സിൽ കയറാ. എന്താ മോളുടെ പേര്? എബ്ലൈസ്. എബ്ലൈസ്. അതിന്റെ മീനിങ് എന്താണ്? ഷൈനിങ് എന്നാണ് അർത്ഥം. വെരി ഗുഡ്, നല്ല പേരാണ്. എവിടെയാണ് അവിടെ? ഇടുക്കി. ഇവിടെ ഏതാ ആക്ടിങ്? ഇവിടെ ഇപ്പം ഇവിടെ ആക്ടിങ് കോഴ്സ് ഒക്കെ ഉണ്ടോ? ഇവിടെ സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. ആക്ടിങ്ങിലാണ് താല്പര്യം. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഇപ്പം തന്നില്ലേ, ഇത് മോളുടെ ശൈലിയിൽ മനോഹരമായി ആക്ട് ചെയ്യണം. ലാലേട്ടനൊക്കെ ചെയ്തേക്കും അവിടെ നിൽക്കട്ടെ. ആസ് ആൻ ആക്ടർ എന്ന രീതിയിൽ ഇത് മനോഹരമായി വേറെ തലത്തിൽ ചെയ്യണം. ഡയലോഗ് തന്നെ ഓർമ്മയില്ല. ഡയലോഗ് വരും. ഇതൊക്കെ ഇത്ര ഇവിടെ വന്നിട്ട് 500 പ്രാവശ്യം ഒരു ഡയലോഗ് പറഞ്ഞ ആളാണ്. പഠിക്കാത്ത അവിടെ നിൽക്കുന്നവരെല്ലാവരും പഠിച്ചു കാണുന്നത്. റെഡിയല്ലേ? അപ്പം ലാസ്റ്റ് നൈറ്റ് എവിടെയായിരുന്നു? ഇന്നലെ രാത്രി പാചകത്തിന് ശവത്തിൽ എന്റെ മടി വെച്ച് തന്നില്ലേ, ഞാൻ അതിനെയും താങ്ങി പിടിച്ചോണ്ട് അങ്ങ് ആശുപത്രി പോയി. അവിടെ വെച്ച് കുറെ പണ്ടായങ്ങൾ ഞാൻ വെച്ച് ഉള്ളിക്ക് കയറ്റുകയും ചെയ്തു. അപ്പൊ കുറെ ചവറ് പോലെ കുറെ പേപ്പർ തന്ന് ഞാൻ അതിൽ നോക്കണ്ട ഒപ്പിടുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ 1000 രൂപയായി. എന്നിട്ട് പിന്നെന്ത്? ഞാൻ അങ്ങനെ ഈ പെട്ടിന്റെ തലയിൽ വെച്ചാണ് കുത്തിയിരിക്കാൻ പറഞ്ഞു. അന്ന് ഇതും കൊണ്ട് എങ്ങനെ മുങ്ങാന്ന് വിചാരിച്ചപ്പോ ദാണ്ട കിടക്കുന്നത് അവന്റെ കഷ്ടപ്പെട്ട് ചിരിക്കണ്ടടാ, തമാശ ഉണ്ടെങ്കിൽ ചിരിച്ചാ മതി. തന്റെ മാമ ഒലക്കയുടെ മൂട് അന്വേഷിച്ചുകൊണ്ട് കുറെ പോലീസുകാർ നടന്നു. എന്നാ പിന്നെ എങ്ങനെയെങ്കിലും അയാളുടെ മുമ്പിൽ മാറി നിൽക്കാന്ന് കരുതി നിധി കാക്കുന്ന ഭൂതപ്പൽ ഈ പെട്ടിയും പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ വേണ്ടേ അവരുടെ ബന്ധുക്കാരും അച്ഛനും കൂടെ അലമുറിയിട്ട് വേണ്ട വന്നേക്കുന്നു. അച്ഛന്റെ കാലോട്ടം അവിടെ നേരം വെച്ചത് താഴോട്ടം കിടക്കുന്നു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി അച്ഛന്? അപ്പൊ വെട്ടിട്ട് വാഴ പോലെ പെണ്ണും ഒരു സൈഡിൽ തന്നെ അവസാനത്തെ വരി വെച്ച് തന്തയും കിടക്കുന്നു. ആ തക്കത്തിൽ ഞാൻ പെട്ടിയും കൊണ്ട് അങ്ങ് പോകുന്നു. അയാൾ അല്ല, മോളേതോ കോടീശ്വരന്റെ മോളേതോ കോടീശ്വരന്റെ മകളാണെന്നാണ് വിശ്വാസം. ഓക്കെ, അടിപൊളി.
ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. എന്താണ് മക്കളുടെ പേര്? നല്ല ചിരിയാണല്ലോ, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. എന്താണ് പേര്? അനുഷ്. അനുഷ്. എവിടെയാ നാട്? എവിടെയാ? ഇവിടെ ഏത് സെക്കൻഡ് ഇയർ ആയി. അപ്പോ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? ഇന്നലെ രാത്രി പാതിയാത്തൊരു ശവത്തിന് നാട്ടുകാരെല്ലാം കൂടെ എന്റെ തലയിലേക്ക് വെച്ച് തന്നില്ലേ, അതിനെ കൊണ്ട് ഞാൻ ആശുപത്രി ചെന്നപ്പോൾ ആൾക്കാരൊക്കെ വലിച്ച് എന്നെ ആശുപത്രി കയറ്റി. അത് കഴിഞ്ഞ് ഏതാണ്ട് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ചോദിച്ച പേപ്പറിലൊക്കെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അതോടെ ഞാൻ വരെ 1000 രൂപയായി. അത് കഴിഞ്ഞ് ഒരു പെട്ടിയും തലയിൽ തന്നിട്ട് ഇതും വെച്ചോണ്ട് രാവിലെ വരെ ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് അതും കൊണ്ട് രക്ഷപ്പെടാന്ന് ഓർത്തപ്പോൾ നിന്റെ ഒലക്കേടം കൂടി നിന്റെ മാമയും കുറെ ആൾക്കാരും കൂടെ പോലീസുകാരായിട്ട് വന്ന് അന്വേഷിക്കണം തുടങ്ങി. പിന്നെ ഞാൻ അവരെ ഇരുന്ന് അവരെ കണ്ട് പുലിവാലാകണ്ടെന്ന് കരുതി നിധിയാക്കുന്ന ഭൂത്തെ പോലെ ഈ പെട്ടിയും പിടിച്ചോണ്ട് രാവിലെ വരെ അവിടെ കുത്തിയിരുന്നു. 10-30 വർഷമായിട്ട് ഊതി കാച്ചെടുത്ത് എന്റെ പൊന്നാണത്. അത് കഴിഞ്ഞ് രാവിലെ അവളുടെ തന്തയും കുറെ ആൾക്കാരും വന്ന് അല്ലറി വിളിച്ചോണ്ട് ആശുപത്രിയിലേക്ക് വന്നു. അവളുടെ തന്ത നേരെ എന്റെ കാലിലോട്ടും തലയും കുത്തി താഴോട്ടും ഒരു സൈഡിൽ വെട്ടിയിട്ട് പോലെ പെണ്ണും അവസാനത്തെ വലി വലിച്ചോണ്ട് തന്തയും. അത് കഴിഞ്ഞ് ഈ പെട്ടി എടുത്തോണ്ട് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു. ഏതോ കോടീശ്വരന്റെ മോളാന്നാ കേട്ടെ. പിന്നെ അല്ല. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? യെസ്, മാർ ബസേലിയസ് കോളേജിലെ കുട്ടികളൊക്കെ ഞാൻ പറയുന്നില്ല ഒന്നാം തരം പൊളിയായിരുന്നു, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. പക്ഷേ ഈ കോളേജിൽ നിന്ന് ഇനിയും ഞങ്ങൾ പോകുന്നില്ല, കാരണം മറ്റൊരു ബാച്ച് അവിടെ റെഡിയായി നിൽക്കുകയാണ്. അതുവരെയും ഗുഡ് ബൈ.